എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കുവൈത്തിൽ. അവർക്ക് ഈ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ ഉണ്ട്. അവൻ എന്നോട് പറഞ്ഞതാണ്, പണ്ടൊക്കെ അറബികൾ ഹോട്ടലിലേക്ക് വരും. അറബികൾ ഹോട്ടലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പേടിയാണ് മലയാളികൾക്ക്. കാരണം ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ്, ഇവർക്ക് എരിവ് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ദേഷ്യപ്പെടും, ഭക്ഷണമൊക്കെ എടുത്തുവിട്ട് വലിച്ചെറിയും. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. പക്ഷേ ഇപ്പം അതില്ല എന്ന് പറഞ്ഞു. ഇപ്പം അറബികൾ വന്നാൽ വളരെ സമാധാനത്തോടെ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചിട്ട് അവർ പോകും. എന്താ കാരണം എന്നറിയോ? കാരണം പറഞ്ഞപ്പോഴേ രസം. എന്താ? അവരിത് ആസ്വദിക്കുന്നില്ല, അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുകയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എരിവോ പുളിയോ മധുരമോ രുചിയോ പോലും അവരറിയുന്നോലുമില്ല. പിന്നെ ഇതിനെ കച്ചറ ഉണ്ടാക്കുന്നത് നമ്മളോ? ഏകദേശം ഇതേപോലെ തന്നെയല്ലേ. നമ്മളെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മളെന്ന് അറിയുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ്. കാരണം എൻ്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ അളക്കാൻ പറ്റില്ല. സാധാരണ പ്രഭാഷണങ്ങളിൽ ഉണ്ടാകുന്നൊരു തെറ്റാണത്. നമ്മളില്ല. എൻ്റെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ന് പറയാം, ഞാൻ ചെയ്യുന്നു എന്ന് പറയും, നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ ഏറ്റവും മൈൻഡ്ഫുള്ളായിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ്, കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ? ശരിയല്ലേ? അതിൻ്റെ രുചിയൊക്കെ ആസ്വദിച്ച് ഒരാൾ കഴിക്കുക എന്നുള്ളതാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഈശ്വരനോട് അല്ലെങ്കിൽ തരുന്ന ആളോട് ഒക്കെ ഉണ്ടാവണം നന്ദി. എൻ്റെ ഒരു ഗുരു ഉണ്ട്, സമാധിയായി. ആള് സന്യാസിയായിരുന്നു, സ്വാമിജിയായിരുന്നു, തിരുവില്ലാമലയിലായിരുന്നു. സ്വാമി നിർമ്മലാനന്ദ ഗിരി മഹാരാജ് എന്നായിരുന്നു പേര്. സ്വാമിജി സമാധിയായി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. വെറുതെ ഇങ്ങനെ പോയി ഇരുന്നാൽ മതി കുറച്ചു നേരം, അങ്ങനത്തെ ഒരു സാന്നിധ്യമായിരുന്നു. സ്വാമിജി പറയും, ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ പോലും ആ ഹോട്ടലിൻ്റെ ആളില്ലേ, ഉടമസ്ഥനില്ലേ, ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളില്ലേ, പറ്റെങ്കിൽ അവരോടൊക്കെ കണ്ടിട്ടൊന്ന് കൈപിടിച്ചിട്ട് സ്വാമിജിയുടെ ഭാഷയിലൊന്ന് നമസ്കരിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ ഒന്ന് നന്ദി പറയണം എന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് അന്നം തരുന്ന മനുഷ്യന്മാർ, നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്ര മനുഷ്യന്മാരുണ്ട്. നമുക്ക് വേണ്ടി വസ്ത്രം ഉണ്ടാക്കിയ എത്ര മനുഷ്യന്മാർ. നമ്മളിങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് പോലും എത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും എന്നിങ്ങനെ വെറുതെ ആലോചിച്ചു. എണ്ണ തീരോ? ഇതിൻ്റെയൊക്കെ അപ്പുറം ഒരു വലിയ മഹാശക്തിയുടെ കരുണാപ്രവാഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമ്മുടെ അഹങ്കാരത്തിൻ്റെ മിനാരങ്ങളൊക്കെ, അഹങ്കാരത്തിൻ്റെ വലിയ വലിയ ഉയർച്ച തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അത്. അഹങ്കാരം വേണം. ഭൂമിയോളം താഴെ ഒരാൾ എത്ര അങ്ങനെ താഴുന്നുണ്ടോ അത്രയുമാണ് അയാളുടെ മഹത്വം. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പാടമാണ്, വയലാണ്, കിഴക്കേപ്പുറം എന്നാണ് അവിടെ പറയുക. അപ്പോൾ കിഴക്കേപ്പുറം വയലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പോകുമ്പോൾ ഉമ്മ പറയും, കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ടാവും, എന്നാലും ഉമ്മ പറയും കാക്കക്ക് നോക്കണേ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായി കാക്ക എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കാക്കയെ നോക്കണം അങ്ങനെ എന്താണെന്ന് വിചാരിച്ചു. ഉമ്മ ഉദ്ദേശം എന്താണെന്ന് അറിയോ? കാൽക്കൾക്ക് നോക്കണേ എന്നാണ്. അതിൽ ലേ വിട്ട് കേൾക്കില്ല, കാക്കക്ക് നോക്കണേ എന്നാണ്. അന്ന് ഉമ്മ പറഞ്ഞത് ചെറിയൊരർത്ഥേ അതിനുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ വിപുലമായ അർത്ഥം എന്താണ്. വമ്പൻ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മഹാസദസ്സുകളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എടാ കാക്കക്ക് നോക്കണേ, കാക്കക്ക് നോക്കണേ. എപ്പോഴാണ് ഒരാൾക്ക് ഉറുമ്പിനെ പോലെ തല താഴ്ന്ന് വിനയമുണ്ടാകുന്നത്? എപ്പോഴാണ്? അയാൾക്ക് ചിലതൊന്നും മറക്കാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡിക്ഷണറി ഉണ്ട്, മലയാള ഭാഷയുടെ ഡിക്ഷണറി കേട്ടോ. ശബ്ദ താരാവലി എന്നാണ് അതിൻ്റെ പേര്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വലിയ പുസ്തകം, 8,000-ഓളം പേജുണ്ട്. 8,000 അല്ല, 1,000-ഓളം പേജുണ്ട്. 1,000-ഓളം പേജുകളുള്ള വലിയ കട്ടിയുള്ളൊരു പുസ്തകം. ഒരാൾ 23 കൊല്ലത്തിലേറെ
അധ്വാനിച്ച് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അത്രയേറെ മനുഷ്യന്മാർ എത്ര കാലമാണോ കഷ്ടപ്പെട്ടത്, അത്രയും കാലം ഒരാൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുസ്തകത്തിന്റെ പേരാണ് ശബ്ദതാരാവലി. വല്ലാത്തൊരു പുസ്തകം കേട്ടോ. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ സുഖം എന്നൊരു വാക്കുണ്ട്. സുഖം, ആ വാക്കിന്റെ അർത്ഥമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇതിന്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണേ. സുഖം. പക്ഷെ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, ലളിതം എന്നുള്ള വാക്ക് കേട്ടോ. എന്താണ് ലളിതം? ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? സുന്ദരം. എന്താണ്? വല്ല ബന്ധമുണ്ടോ അതിന്? ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത കുറച്ച് അർത്ഥങ്ങളുണ്ട്, 3-4 അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം എന്താണ്? സുന്ദരം, ബ്യൂട്ടിഫുൾ. കാരണം എന്താണെന്നറിയോ? ലളിതമായതൊക്കെ സുന്ദരമാണ്. ഭംഗിയുള്ളൊരു ചെറിയ വീട് വലിയ കൊട്ടാരത്തേക്കാൾ ഭംഗിയാണ് അല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാത്ഭുതം എന്ന് പറയുന്നത് താജ്മഹൽ അല്ല എന്ന് ഗുജറാത്തിലെ വാർധ എന്ന ചെറിയ ഒരു നാട്ടിലെ ചെറിയൊരു ആശ്രമം പോയി കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഗാന്ധിജിയുടെ വാർധ ആശ്രമം. അവിടെ പോയി നോക്കിയാലേ ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട് കണ്ടാലറിയാം ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല എന്നും ഗാന്ധിജിയുടെ വാർധയിലെ ആശ്രമമാണ്. മുഹമ്മദ് നബിയുടെ വീടിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആ വീട്ടിലുണ്ടായുള്ള ആകെ സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് കിട്ടിയത് 30-ൽ കുറച്ച് സാധനങ്ങൾ, 30-ൽ താഴെ ആകെ ഉണ്ടായിരുന്നതേ 30-ൽ താഴെ സാധനം. പക്ഷെ അങ്ങനെ ജീവിക്കണം എന്നൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയും ജീവിക്കാമെന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ജീവിക്കണമെന്നൊന്നും പറഞ്ഞില്ല, എവിടെയും പറഞ്ഞില്ല. അങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യന്മാരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഗാന്ധിജി രാഷ്ട്രപതിയാകുന്നായിരുന്നു. രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. പക്ഷെ അത് ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യന്റെ പേരായിരുന്നു ഗാന്ധിജി. കാരണം അവർക്കറിയാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ്. അത് ദാരിദ്ര്യം അനുഭവിച്ചവർക്കൊക്കെ അറിയാം. കുറെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദാരിദ്ര്യം ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഉപ്പാക്ക് ഏറ്റവും വിഷമമുള്ള കാലത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് ദാരിദ്ര്യത്തിന്റെ മഹത്വം എന്തായിരുന്നു. ലളിതം എന്നുള്ള വാക്കിന് ശബ്ദധാരാവലി കൊടുത്ത അർത്ഥങ്ങളിൽ ഒന്ന് എന്താണ്? സുന്ദരം. കാരണം എന്താണ്? ലളിതമായതൊക്കെ സുന്ദരമാണ്. അഹങ്കാരമുള്ള വാക്കുകളും വെച്ചുകെട്ടിയ പെരുമാറ്റവും എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് മടുക്കുക. അവരെ നമുക്ക് മടുക്കും. വെച്ചുകെട്ടിയ പെരുമാറ്റമുള്ള മനുഷ്യന്മാരും അഹങ്കാരമുള്ള മനുഷ്യന്മാരും നമ്മുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല, നമ്മുടെ ആൽബത്തിൽ അവരില്ല. എന്നാൽ ചില മനുഷ്യന്മാര് നമ്മൾ മറക്കൂല അവരെ. എന്താ കാരണം? അവരുടെ ലാളിത്യം, പെരുമാറ്റത്തിലെ ലാളിത്യമാണ് കേട്ടോ ഉദ്ദേശം. ജീവിതം ഓരോരുത്തരും സൗകര്യമുള്ള പോലെ വീടുണ്ടാക്കുകയും വാഹനം വാങ്ങുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ പുലർത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിന്ന് ഒരു പോകില്ല അല്ലേ? നമ്മളെടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യോ? ചില ഫോട്ടോ മാത്രമല്ലേ സേവ് ചെയ്യുള്ളൂ അല്ലേ? കുറച്ച് ഫോട്ടോകൾ സേവ് ചെയ്യുള്ളൂ. എത്രയോ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ എല്ലാ ഫോട്ടോയും ആൽബത്തിലില്ലാത്ത, ഗാലറിയിൽ ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആ ഗാലറിയിലുള്ള 1000 ഫോട്ടോയിൽ നിന്ന് വളരെ കുറച്ച് ഫോട്ടോ മാത്രമേ നമ്മുടെ ഫേവറിറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്യൂ. ഫേവറിറ്റ് ആക്കി വെക്കുന്നത് എത്ര കുറച്ച് ഫോട്ടോസാന്ന് ആലോചിച്ചു അല്ലേ? ഇതേപോലെ മനുഷ്യന്മാർ
നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട്, എത്ര മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് കയറുള്ളൂ. എത്ര മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലോ ഏറ്റവും നല്ല ടീച്ചറെ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഷയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കുറച്ച് ആളുകളെയാണ് ഓർമ്മ വരുന്നത്. 1-2 ആളുകളാണ് ഓർമ്മ വരുന്നത്. 100-200 ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഡിഗ്രിയും PG യും PhD ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഒരാൾ എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. എന്നാലോ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ആള് നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല. അതാണ് അതിൻ്റെ രഹസ്യം. നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അല്ലേ? നമ്മളോട് കരുണ കാണിച്ച മനുഷ്യൻ അവരെ നമ്മൾ മറക്കും. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ അവരെ നമ്മൾ മറക്കും. രാമചന്ദ്രൻ കൊടുവള്ളി എന്നൊരാളുണ്ട്, ഒരു മാഷാണ്. ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇത് കൊടുവള്ളി അല്ലേ? ഇവിടെ ഇല്ലല്ലോ ആള് ഇല്ലേ? അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, മാഷ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് ഉണ്ടോ? ഈ മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുണ്ട്, എല്ലാ ദിവസവും വൈകിയാണ് അവൻ വരുന്നത്. മാഷിക്ക് അവനോട് ചെറിയൊരു താല്പര്യക്കുറവുണ്ടാവാൻ തുടങ്ങി. കാരണം ഇവന് മാഷിനെ അപമാനിക്കുന്നത് പോലെ. മാഷ് കുറെ നേരമായിട്ട് ക്ലാസ്സിലുണ്ട്, എന്നിട്ട് ഇവൻ വരുന്നില്ല. ഇവൻ കുറെ വൈകിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവൻ വൈകി വന്നപ്പോൾ മാഷിക്ക് പെട്ടെന്നുണ്ടായൊരു ദേഷ്യം കൊണ്ട് ഇവനെ അടിച്ചു. സാധാരണ അടിയൊക്കെ കൊടുക്കാറുണ്ട്, ഈ അടി പക്ഷെ കുറച്ച് വല്ലാതെ ഊക്കധികമായി എന്ന് മാത്രമല്ല, ഇവന്റെ നഖമില്ലേ, ഇവന്റെ നഖം ഇങ്ങനെ തെറിച്ചുപോയി, ഇങ്ങനെ അറ്റു തൂങ്ങി. അടി കൃത്യമായി കൊണ്ടത് ഇവന്റെ നഖത്തിലാണ്. ഇവിടെ ഇങ്ങനെ അറ്റു തൂങ്ങി, ഇവനിങ്ങനെ കരയാൻ തുടങ്ങി, ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. മാഷ് പേടിച്ചു. മാഷ് വണ്ടി വിളിക്കുന്നു, ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, ഇവന്റെ കൈയൊക്കെ കെട്ടുന്നു, അതിനുവേണ്ട ചികിത്സയും ഒക്കെ കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മാഷ് ഇവനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വീട്ടിലേക്ക് എത്തുന്നു, വാതിൽ തുറക്കാൻ പോലും അവിടെ ആരുമില്ല. ഇവൻ തന്നെ വാതിൽ തുറക്കുന്നു, ജനലിലൂടെ ഒക്കെ കൈയിട്ടിട്ടായിരിക്കും തുറക്കുന്നു. അങ്ങനെ തുറന്ന് മാഷോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇവൻ ഇതുവരെ മാഷോടൊന്നും പറഞ്ഞില്ല, ഒരു പരാതി പറഞ്ഞില്ല, എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല, എനിക്ക് വേദനയുണ്ട് എന്ന് പോലും ഇവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ മാഷ് കാണുന്നത് വയ്യാതെ കിടക്കുന്ന ഒരമ്മയാണ്. ഒന്ന് എണീക്കാൻ പോലും കഴിയാത്ത, ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തൊരമ്മയാണ്. ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവനാണ്, ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഒരു പശുവുണ്ട്, അതിനെ കറന്നെടുത്ത് അതിൻ്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിറ്റ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടത് മുഴുവനും കാര്യങ്ങളും ചെയ്തിട്ട് പുസ്തകവും പാത്രവും എടുത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടിയില്ലേ, ചിലപ്പോൾ 5 മിനിറ്റ് വൈകുമെന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി. ഒരു സ്കെയിൽ വെച്ച് എല്ലാ കുട്ടികളെയും അളക്കാൻ പറ്റില്ല എന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി. എല്ലാ കുട്ടികൾക്കും കൊടുത്തത് ഒരേ ഹോംവർക്ക് തന്നെ ആയിരിക്കും, പക്ഷെ എല്ലാവരുടെ വീടും എല്ലാവരുടെ അവസ്ഥയും ഒന്നല്ല എന്ന് മാഷക്ക് അന്ന് കിട്ടിയൊരു വെളിച്ചം ആ മാഷ ഈ കുട്ടി മറക്കില്ല.